ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, മലപ്പുറത്ത് ഒരു കട പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റിറക്ക് തൊഴിലാളികളുടെ നിരന്തര കൂലി വർധനവും ഭീഷണിയും മൂലമാണ് പ്രവർത്തനം നിർത്തുന്നു എന്ന ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനം പൂട്ടിയത്. വണ്ടൂരിലെ ഹജർ സ്റ്റോൺ എന്ന സ്ഥാപന ഉടമയ്ക്കാണ് ഈ ദുരവസ്ഥ. CITU കയറ്റിറക്ക് തൊഴിലാളികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥാപനം പൂട്ടിയെന്നാണ് ഉടമ TP ആസീസ് പറയുന്നത്. ടൈൽസ്, ഗ്രാനൈറ്റ്, തറയിൽ വിരിക്കുന്ന കല്ലുകൾ എന്നിവ വിൽക്കുന്ന മലപ്പുറം വണ്ടൂരിലെ ഹജർ സ്റ്റോണിന് മുന്നിലെ ബാനറാണിത്. തർക്കം കാരണം 4 ലോഡ് സാധനങ്ങൾ ഇറക്കാനാകാതെ തിരിച്ചയച്ചതോടെയാണ് സ്ഥാപനം പൂട്ടാൻ ഉടമ തീരുമാനിച്ചത്. ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സ്ഥാപനത്തിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുത്ത് ഞങ്ങൾ അൺലോഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പ്രദേശം. ഇനിയും കൂലി വർദ്ധിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇനിയും കൂലി വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിരന്തരമായി ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തി. എന്നിട്ടും അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ നേതൃത്വത്തെയൊക്കെ അറിയിച്ച്, ബോർഡിനെയും അറിയിച്ച്, എന്നിട്ടും പരിഹാരം കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ പൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. 2.5 വർഷം മുമ്പാണ് വണ്ടൂരിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് 13 ഇടങ്ങളിൽ അസീസിന് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. മറ്റെവിടെയും നൽകാത്ത ഉയർന്ന ഇറക്കുകൂലിയാണ് വണ്ടൂരിൽ നൽകി വരുന്നതെന്നും അസീസ് പറയുന്നു. ഈ വണ്ടൂർ പഞ്ചായത്തിൽ തന്നെ 3 സ്ഥലങ്ങളിൽ 3 റേറ്റാണ്. ഞങ്ങളെപ്പോലെ പല സ്ഥാപനവും ഈ വണ്ടൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അവരൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതിലും വളരെ കുറച്ചാണ് ലോഡിംഗ് ചാർജ്. ഇതിൻ്റെ പകുതിയാണ് അവർ കൊടുക്കുന്ന ലോഡിംഗ് ചാർജ് ഈ പഞ്ചായത്തിൽ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഞങ്ങൾ ഇവർ ലോഡിംഗ് ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. വിഷയം ചർച്ച ചെയ്യും വരെ തടസ്സം സൃഷ്ടിക്കരുതെന്ന ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ആവശ്യപ്പെട്ടിട്ടും തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിനിടെയാണ് കയറ്റിറക്ക് കൂലിയുടെ പേരിൽ മലപ്പുറത്ത് ഒരു വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഗതികേടിലെത്തുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.